ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന വേഫിൾസ് ആണ് തയ്യാറാക്കുന്നത്. വീട്ടിൽ തന്നെ എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്ന ഈ വേഫിൾസിൻ്റെ റെസിപ്പി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വേഫിൾസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ, കോൺഫ്ലോർ, പഞ്ചസാര, മുട്ട, ഉപ്പ്, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, ബട്ടർ മിൽക്ക്. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ, ബേക്കിംഗ് പൗഡർ, കോൺഫ്ലോർ എന്നിവ 3 പ്രാവശ്യം അരിച്ച് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു ക്ലീനായ ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് പഞ്ചസാര, വാനില എസൻസ്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബട്ടർ മിൽക്കും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വേഫിൾസ് തയ്യാറാക്കാൻ വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഫിൾസ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഒരു വേഫിൾ മേക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഐബൽ കമ്പനിയുടെ വേഫിൾ മേക്കറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം വേഫിൾ മേക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം അല്പം ബട്ടർ തേച്ച് ആവശ്യാനുസരണം മാവ് ചേർത്ത് വേഫിൾസ് തയ്യാറാക്കിയെടുക്കും. ഒരു സൈഡ് വെന്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണം. ഈ വേഫിൾ മേക്കറിൽ ഓൺ ഓഫ് ബട്ടൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചൂടായത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ലൈറ്റ് ഓഫ് ആയി വരും. വേഫിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേഫിൾസ് എല്ലാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് തണുത്തതിന് ശേഷം ന്യൂട്ടെല്ലയുടെ കൂടെയോ ഐസ്ക്രീമിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഞാനിവിടെ വേഫിൾസ് ന്യൂട്ടെല്ല വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ വേഫിൾസ് ന്യൂട്ടെല്ല വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂട്ടെല്ല വെച്ച് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്കത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വേഫിൾസിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വാല്യുബിൾ കമൻസും കൂടി കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ താങ്ക് യു.